നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടക്കം 1666 സ്ഥാനാർത്ഥികളെയാണ് ശനിയാഴ്ച പ്രഖ്യാപിച്ചത്. പുന്നപ്ര പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ഏറെക്കാലമായി തകർന്നു കിടന്ന റോഡ് 42 ലക്ഷം രൂപ ചെലവിലാണ് പുനർനിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മികച്ച കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസും വാഹന സുരക്ഷ, ഓണർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിപുലമായ സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ രംഗത്ത്. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടക്കം 1666 സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉജ്ജ്വലമായ വിജയമാണ് ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ പോലും ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ആകെ 1666 സീറ്റുകളാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാത്തിൽ എല്ലാം കൂടെ. അതിൽ ഗ്രാമപഞ്ചായത്തിൽ 1253 വാർഡുകളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 170 വാർഡുകളാണ്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും CPIM ജില്ലാ സെക്രട്ടറിയുമായ R. നാസർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സോളമൻ TJ ആഞ്ചലോസ്, PP ചിത്തരഞ്ജൻ MLA, മുന്നമ്പി അഡ്വക്കേറ്റ് AM ആരിഫ്, K. പ്രസാദ്, VG മോഹൻ, EC ഫ്രാൻസിസ്, സാദിഖ് മാക്കീൽ, അംബിക വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDF ഒറ്റക്കെട്ടായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും വിജയം ഉറപ്പുള്ളവരെ മാത്രമാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തതെന്നും R. നാസർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 24 സീറ്റിൽ CPIM 16 സീറ്റിലും CPI 5 സീറ്റിലും കേരള കോൺഗ്രസ് M, RJD, ജനതാദൾ S എന്നീ പാർട്ടികൾ ഓരോ സ്ഥാനാർത്ഥികളെയും മത്സര രംഗത്ത് ഇറക്കും. ജില്ലയിലെ ആകെ മുനിസിപ്പാലിറ്റി സീറ്റുകളിൽ 149 സീറ്റിൽ CPIM-ഉം 47 സീറ്റിൽ CPI-യും 13 എണ്ണത്തിൽ കേരള കോൺഗ്രസ് M-ഉമാണ് മത്സരിക്കുന്നത്. ഇത്തവണ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും മികച്ച വിജയത്തോടെ LDF ഭരണം തുടരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പുന്നപ്ര പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ഏറെ കാലമായി തകർന്നു കിടന്ന റോഡ് 42 ലക്ഷം രൂപ ചെലവിലാണ് പുനർനിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ ഏറെ കാലമായി തകർന്നു കിടന്ന പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. 276 മീറ്റർ നീളത്തിലും 4.5 മീറ്റർ വീതിയിലും ടൈൽ പാകി സഞ്ചാരയോഗ്യമാക്കിയ റോഡ് പൊതുമരാമത്ത് വകുപ്പ് 42 ലക്ഷം രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത്. അമ്പലപ്പുഴ MLA H. സലാം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മൊത്തം നിയോജക മണ്ഡലത്തിലെ റോഡിന് വേണ്ടി മാത്രം ചെലവഴിച്ച പൈസ 263 കോടിയാണ്. വലിയ റോഡുണ്ട്, ചെറിയ റോഡുണ്ട്. വലിയ റോഡ്, ഏറ്റവും വലിയ റോഡ് കൊട്ടാരവിളവ് ബൈപ്പാസാണ്. കരിമാടി കുട്ടൻ്റെ അവിടേക്ക് എത്തുന്ന ബൈപ്പാസാണ്. അതിപ്പോ 4 പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ മുതൽ കരിമാടി വരെ എത്തുന്ന റോഡാണ്. ഇടയ്ക്ക് ഇനിയിപ്പോ ഒരു പാലം കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതുകൂടി പൂർത്തിയായാൽ അത് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് കൽപ്പവാടി അവിടുന്ന് ആ റോഡിൽ കയറിയ കരിമാടി വന്ന് കയറാം. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, പുതുശ്ശേരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് കേണൽ C. വിജയകുമാർ, ട്രസ്റ്റ് സെക്രട്ടറി ത്രിവിക്രമൻ C. മേനോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുനിസിപ്പൽ ഗ്രന്ഥശാലയും പുസ്തകങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ കവി ഫിലിപ്പോസ് തത്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പുസ്തക വായനയും ഗ്രന്ഥശാല പ്രസ്ഥാനം ഉടലെടുത്ത ആലപ്പുഴയിൽ മുനിസിപ്പൽ ഗ്രന്ഥശാലയോട് അധികാരികൾ കാട്ടുന്ന അനാസ്ഥ വേദനാജനകമാണെന്നും ഗ്രന്ഥശാലയും അത് നിൽക്കുന്ന കെട്ടിടവും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഫിലിപ്പോസ് തത്തമ്പള്ളി ആവശ്യപ്പെട്ടു. ശതാബ്ദി മന്ദിര കവാടത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ റീഡേഴ്സ് ഫോറം കൺവീനർ തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. E. ഖാലിദ്, B. ജോസുകുട്ടി, KV ഉദയഭാനു, T. ഷിജിൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി ഇന്ന് മൃഗപ്രായമായിരിക്കുന്നു എന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം ആലപ്പുഴയുടെ പ്രിയങ്കരനായ മലയാളികളെ അക്ഷരം പഠിപ്പിച്ച, വായനശാലയ്ക്ക് തുടക്കം കുറിച്ച
അക്ഷരമുദ്ധിച്ചറിയപ്പെടുന്ന PM പണിക്കർ തുടങ്ങി വെച്ച വായനശാല യജ്ഞം ആരംഭിച്ചത് ആലപ്പുഴയിൽ നിന്നാണ്. മികച്ച കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസും വാഹന സുരക്ഷ, ഓണർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി വിപുലമായ സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ രംഗത്ത്. മികച്ച കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ്, വാഹന സുരക്ഷ, ഓണർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ രംഗത്ത്. ഈ മാസം 15 മുതൽ 23 വരെ ഇഞ്ചിയോൺ കിയയുടെ എല്ലാ ഷോറൂമുകളിലും സർവീസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഉടമകൾക്ക് സൗകര്യപ്രദമായ സർവീസ് എക്സ്പീരിയൻസും എക്സ്ക്ലൂസീവ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ ഏറ്റവും പുതിയ കിയ മോഡലുകൾ പ്രദർശിപ്പിക്കുകയും പുതിയ കാറുകളുടെ ടെസ്റ്റ് ഡ്രൈവുകൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ വാഹനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ യൂസ്ഡ് കാർ പ്രൈസ് ഇവാലുവേഷൻ, എക്സ്റ്റൻഡഡ് വാറന്റി പാക്കേജുകൾ, 10% വരെ ഡിസ്കൗണ്ട് എന്നിവ കൂടാതെ പുതിയ ഉപഭോക്താക്കൾക്കായി കിയ റഫർ ചെയ്യുന്നവർക്കായി റഫറൽ കൂപ്പണുകൾ തുടങ്ങിയവയും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ വാഹനത്തിനും സർട്ടിഫൈഡ് കിയ ടെക്നീഷ്യന്മാർ നടത്തുന്ന സൗജന്യ 36 പോയിന്റ് വെഹിക്കിൾ ഹെൽത്ത് ചെക്കപ്പ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, പ്ലാനുകൾക്ക് 10% കിഴിവ്, കാർ കെയർ സേവനങ്ങൾക്ക് 20% വരെ കിഴിവ്, കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും സൗജന്യ ടോപ്പ് വാഷും ലഭിക്കും. ഇതിനോടൊപ്പം സർവീസ് ക്യാമ്പിൽ പ്രത്യേക ഉപഭോക്തൃ അവബോധ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇഞ്ചിയോൺ കിയ പാതിരപ്പള്ളി ഷോറൂമിൽ കേക്ക് മുറിച്ച് ക്യാമ്പിന് തുടക്കം കുറിച്ചു. കസ്റ്റമർ റിലേഷൻ AGM സിൽജി തോമസ്, ഏരിയ ജനറൽ മാനേജർ R രാജേഷ്, സെയിൽസ് മാനേജർ R അരുൺകുമാർ, സർവീസ് മാനേജർ J ജീവൻകുമാർ എന്നിവർ സംബന്ധിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടും MR ഹരിഹരൻ കമ്മീഷൻ റിപ്പോർട്ടും നടപ്പാക്കാതെയും പുറത്തുവിടാതെയും സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു JB കോശി റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളത്. 2020 നവംബർ മാസം 5-ാം തീയതി ആ റിപ്പോർട്ട് പഠിച്ച് സമർപ്പിക്കുകയും 5 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും തീരുമാനിക്കാതെ ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് സമസ്ത മേഖലയിലും അഴിമതിയും വികസന മുരടിപ്പുമാണ്. എല്ലാവരിലേക്കും വികസനം എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ തവണയും അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെയും MR ഹരിഹരൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ നാളിതുവരെ പ്രസിദ്ധീകരിക്കുകയോ നടപ്പിലാക്കുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതായും സംസ്ഥാനത്തുടനീളം NDA ഘടക നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കക്ഷിയായ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. NPP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാജീവ് എരുവ, ഉപാധ്യക്ഷന്മാരായ R അരുൺകുമാർ, ഷാനു നാരായണൻ, സംസ്ഥാന സെക്രട്ടറി ഒളിമ്പ്യൻ അനിൽകുമാർ, സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ സഹായ കേന്ദ്രത്തിന് തുടക്കമായി. SKSSF സഹചാരി സെന്റർ ഓഫീസിലാണ് സഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ദിവസവും രാവിലെ 7 മുതൽ 9 മണിവരെയാണ് സഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ആലപ്പുഴ വലിയകുളം ത്രിവേണി ജംഗ്ഷന് സമീപം SKSSF സഹചാരി സെന്റർ ഓഫീസിലാണ് പരിസര പ്രദേശത്തെ വോട്ടർമാരെ സഹായിക്കാനായി SIR ഹെൽപ്പ് ഡെസ്കിന് തുടക്കമിട്ടിരിക്കുന്നത്. ദിവസവും രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ജാതിമത ഭേദമന്യേ പ്രദേശത്തെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. SIR വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയും BLOമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലടക്കമുള്ള സേവനങ്ങളും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിക്കുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ചെയർമാൻ M കോയാമോൻ, കൺവീനർമാരായ AM സൈഫുദ്ദീൻ, M കബീർ, ഹാഫിള് സയ്യുദ്ദീൻ, മറ്റു ഭാരവാഹികളായ മുഹമ്മദ് ഹസൻ, ഷറഫുള്ള എന്നിവരാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
ഹെൽപ്പ് ഡെസ്കിന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങളിവിടെ ആരംഭിച്ചു. അപ്പം നിരവധി ആൾക്കാർ സഹായങ്ങൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ സഹചാരി സെന്റർ ഏകദേശം 1.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുപോലുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. PDP ആലപ്പുഴ മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങും സംഘടിപ്പിച്ചു. PDP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം കൺവെൻഷന്റെ ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. സക്രിയ ബസാറിന് സമീപം ഈസ്റ്റ് വെന്നീസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ PDP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. PDP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അൻസാരി ആലപ്പുഴ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം TM രാജ സാഹിബ് ആമുഖ പ്രഭാഷണം നടത്തി. PDP ആലപ്പുഴ ടൗൺ പ്രസിഡന്റ് ഹാരിസ് കോയാക്കുട്ടി യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സീന ഷാജഹാൻ, കബീർ അരൂർ, P രതീഷ്, അബ്ദുൾ കരീം, അൻവറബ്ബ, താജു ചുങ്കം, അഹമ്മദ് കബീർ, ഫൈസി, നവാസ്, ഷിയാസ്, യാസർ, ഹാഷിം എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. മുല്ലാത്ത്, ലജനത്ത്, സക്കരിയ, വലിയകുളം, സിവിൽ സ്റ്റേഷൻ, കുതിരപ്പന്തി, പവർ ഹൌസ്, വലിയമരം, അവലൂക്കുന്ന്, ഇരവുകാട് എന്നീ വാർഡുകളിലാണ് ഇത്തവണ PDP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ലജനത്ത് വാർഡിൽ നിന്നും വിജയിച്ച നഗരസഭാംഗമായ P രതീഷ് ഇത്തവണ സംവരണ വാർഡായ കുതിരപ്പന്തിയിൽ മത്സരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വോട്ടർമാരിലേക്ക് അവരുടെ അവകാശങ്ങളായി എത്തിപ്പെടേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് PDPയുടെ ലേവലിൽ നിന്നുകൊണ്ട് PDP മുന്നോട്ട് വെക്കുന്ന ജനസേവനം ജീവിത ദൗത്യമെന്ന മുദ്രാവാക്യത്തിൻ്റെ ശാക്തീകരണത്തിനായി അവർ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി നിങ്ങളുടെ കുടുംബത്തിലൊരാളായി കാണുവാനാണ് പാർട്ടിയെ സംബന്ധിച്ച് ജനപ്രതിനിധികളെ സൃഷ്ടിച്ചെടുക്കുവാൻ പൊതുപ്രവർത്തകരിൽ നിങ്ങളിലേക്ക് എത്തുന്നു. തീർച്ചയായും ഇവിടെ ആലപ്പുഴ പട്ടണത്തിൽ ഇന്ന് 5 സ്ഥാനാർത്ഥിമാരെ ഇവിടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടക്കം 1666 സ്ഥാനാർത്ഥികളെയാണ് ശനിയാഴ്ച പ്രഖ്യാപിച്ചത്. പുന്നപ്ര പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. ഏറെക്കാലമായി തകർന്നു കിടന്ന റോഡ് 42 ലക്ഷം രൂപ ചെലവിലാണ് പുനർനിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മികച്ച കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസും വാഹന സുരക്ഷ, ഓണർഷിപ്പ് ആനുകൂല്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിപുലമായ സർവീസ് ക്യാമ്പുമായി ഇഞ്ചിയോൺ കിയ രംഗത്ത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.